ஏதோ முக்கியமான விஷயம் பேசணும்னு கூப்பிட்டு வந்த. முதல்ல இது முடிக்கட்டும், அப்போ தான் மனசு விட்டு பேச முடியும்ண்ணே. ஆமாம், சந்தோஷம் வந்தாலும் குடிக்கணும், கவலை வந்தாலும் குடிக்கணும். எனக்கு வேண்டே. എനിക്ക് വേണ്ട. முருகா, ஏன் ஒரு மாதிரியா இருக்க? ഒന്നുമില്ല അണ്ണേ, ഞാൻ നല്ലതാ ഇരിക്കെ. ഇന്നലെ ആ രംഗം നിന്നെ എല്ലാവരുടെ മുമ്പ് വെച്ച് ആരും ഇല്ലാത്തവനെന്ന് വിളിച്ചാണോ പ്രശ്നം? അതിനിപ്പോ എനിക്ക് എന്ത് വിഷമം തോന്നാനാണ്? എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ? അല്ല, അത് പിന്നെ നീ എന്തിനാ ഡള്ളായിരിക്കുന്നത്? നിന്റെ ഭാവി അളിയാനെ ഞാൻ പഞ്ഞു കിട്ടുന്നുണ്ടോ? അതോ പൂങ്കൊഴിലേക്ക് കിട്ടൂലെന്നുള്ള പേടിയുണ്ടോ? നീ അതിനൊന്നും പേടിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും പൂങ്കൊഴിലെ നിനക്ക് കിട്ടിയിരിക്കും. ഞാൻ ഒരു വാട്ടി കമ്മിറ്റ് ആയിട്ട് തന്നെ എൻ പേച്ച് ഞാനേ കേൾക്ക മാട്ടേ. നമ്മുടെ അണ്ണൻ ലക്ഷ്മിയെ കെട്ടിയ കഥ എന്താണെന്നറിയോ നിനക്ക്? തെരുവിൽ ജനിച്ച് തെരുവിൽ വളർന്നവനാണ് ഞാൻ, പാലക്കാട്. പറ്റുന്ന ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കിക്ക് സിനിമ കാണും. അന്നും തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്ത. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനൊരു വീട്ടിൽ ജോലിക്ക് കയറി. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി. ഒരു കൂടപ്പിറപ്പിനെ പോലെ അവൾ എന്നെ കണ്ടു. ആ സമയത്താണ് തമിഴ്നാട്ടിൽ നിന്നൊരു കച്ചവടക്കാരൻ ലക്ഷ്മിയുടെ അച്ഛനുമായിട്ട് കച്ചവടം ചെയ്യാൻ വന്നു. എങ്ങനെയോ അവർ തമ്മിൽ ഇഷ്ടമായി. അവൾക്ക് അയാളെ പിരിയാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനായി. പക്ഷേ ഇതറിഞ്ഞ മുതലാളി പറഞ്ഞത് ആ കച്ചവടക്കാരൻ്റെ കയ്യും കാലും പോയി വെട്ടിക്കൂട്ടാനാണ്. എൻ്റെ ലക്ഷ്മിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവളെയും കൂടി നേരെ തേനിക്ക് വിട്ടു. അങ്ങനെയാണ് അണ്ണൻ അവളെ കെട്ടിയത്. അവളുടെ വാലായിട്ട് ഞാൻ നടന്നത് കൊണ്ട് അണ്ണൻ എനിക്ക് അന്നിട്ട പേരാണ് വാൽ. അന്ന് തൊട്ട് പുള്ളി മമ്മൂട്ടിയും ഞാൻ രജനീകാന്തുമാണ്. ഞാൻ നേരത്തെ കഴിച്ച, എന്നാലും ഒന്നുകൂടി കഴിക്കാം. നീ കഴിക്കടാ. വാലെവിടെ? വാള് ചെറിയൊരു പണിയില്ല. എന്ത് പണി? സ്ഥിരം പരിപാടി തന്നെ, അഭിനയക്കളരി. நான் எப்போ வருவேன் எப்படி வருவேன்னு யாருக்குமே தெரியாது. ஆனால் வர வேண்டிய நேரத்தில் கரெக்டாக வந்து. ஏன்டா சூப்பர் ஸ்டார் தொந்தரவு பண்ணுறீங்க? ആ ദേ എത്തിയല്ല ടെറർ സ്റ്റാർ വാലി. വാലി നിന്റെ ഡാഡി പിള്ള. എടാ, രജനീകാന്ത് ആരായിരുന്നു അറിയാമോ? സിനിമയിൽ വരുന്നതിന് മുമ്പ് ബസ് കണ്ടക്ടർ. അതുപോലെ ഞാനൊരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആവൂടാ. അപ്പൊ നിനക്കൊക്കെ എന്നെ കാണുമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കണം. അപ്പൊ നീ എന്നെ വേണ്ടവണ്ണം ബഹുമാനിച്ച് നിന്നാ നിന്നെ ഞാനേ എന്റെ ടച്ചപ്പാക്കാം. ഓ വേണ്ട. ഓ, എപ്പൊ നോക്കിയാലും ഇഡ്ഡലി, ദോശ, സാമ്പാർ, വട, ചട്നി, ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാറായില്ലേ എന്റെ അമ്മാളെ? ഒന്നുമില്ല. രാവിലെ തന്നെ മീനാക്ഷി അമ്മാളിനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കാതെ ചെന്നൈക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. ചെന്നൈക്ക് പോകാതടി. അണ്ണൻ എവിടെ? പോവാം. நேற்று காலையில் கூட ஃபோன் பண்ணனே, எந்த ரெஸ்பான்ஸும் இல்லை. புரோக்கர் குமாரை கூப்பிடு. சரிங்க. ரெஸ்பான்ஸ் பண்ணலன்னா என் ஃபோனில் அந்த மெசேஜ் அனுப்பு. சரிங்கண்ணா. റഹിമേ, ഭക്ഷണം വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ഇവിടെ ബിസിനസ് സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? എന്നാച്ചു ഉനക്ക്? പൂങ്കുഴലി വിളിച്ചിരുന്നു. അവള് കരച്ചിലോടെ കരച്ചിലാ. അവളുടെ കരച്ചിൽ കേട്ടപ്പോ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നത്. നിങ്ങൾ ആണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയതുകൊണ്ട് ഈ പ്രശ്നം തീരൂല. നമുക്ക് എല്ലാവർക്കും കൂടി നേരിട്ട് പോയി സംസാരിക്കാം. ലക്ഷ്മിക്ക് അപ്പടി ഒരു അഭിപ്രായം இருந்தா நாம போய் பேசிக்கலாம்னே. சரி, போய் ரெடி பண்ணு. நான் வண்டி எடுத்துட்டு வரேன். இரு, நீ வேண்டாம், நாங்கள் மட்டும்தான் போகிறோம். വാലും കൂടി വന്നില്ലെങ്കിൽ എങ്ങനെയാ? വേണ്ടാമ്മാ, ഇവനുക്കും அந்த ரங்கனுக்கும் ഒത്തു വരാது. അവന് കൊടുക്കാനൊക്കെ ഞാൻ ഇന്നലെ കൊടുത്തല്ലേ. ഇനി ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? നീ പറഞ്ഞ അണ്ണൻ കേൾക്കും. ഞാനും പറയാം, ഒന്ന് പറ. உனக்கு ஒரு வாட்டி சொன்னா புரியாது. ஓ, அண்ணன் ஒரு வாட்டி சொன்னா 100 வாட்டி சொன்ன மாதிரி. அண்ணா, கணக்கு பூரா தப்பா இருக்கு. யோ, மண்டையில முடிதான் இல்ல, அவன மூளை கூடவா இல்ல? அண்ணா, என்ன மன்னிச்சிருங்கண்ணா, இனிமே தப்பு செய்ய மாட்டேன். யோ, சித்தவா யாரு? வாங்க வாங்க. வணக்கங்க. வணக்கம். வாங்கம்மா. என்னம்மா லட்சுமி, தட்டோட வந்திருக்கீங்க? என் தம்பிங்க ராமன், முருகன், ரஹீம் இந்த 3 பேரும் எங்கிட்ட கொண்டு வந்து சேர்த்தது என் பெரிய தம்பி தான். அனாதரவாக நின்னாங்க, நாங்கள் அணைச்சிக்கிட்டோம். இப்போ
ஒன்றா சேர்ந்து உழைக்கிறோம், ஒன்றா உட்காந்து சாப்பிட்றோம், ஒருத்தர் மேலே ஒருத்தர் உசுர வச்சுருக்கோம். ரங்கா, பஞ்சாயத்தில் நீ கத்தி எடுத்துக்கிட்டு என் தம்பியை குத்த போனதுனால தான் நான் அவசரப்பட்டு ஒன்று அடிச்சிட்டேன். அதுக்கு அவங்ககிட்ட மன்னிப்பு கேட்டுக்கிறேன். சின்னம்மா, மனசுக்கு பிடிச்ச புருஷன் அமைஞ்சா தானே ஒரு பொண்ணோட வாழ்க்கை சந்தோஷமா இருக்கும். நீங்க அவருக்கு எடுத்து சொல்லுங்க. எனக்கு யாரும் எடுத்து சொல்ல வேணாம். என்ன பார்வை லுக்கு வேற எடுத்து சொல்ல போறானா? விளக்குன்னு சொல்ல வந்த விளக்கு. லட்சுமி, பூங்கொழியை கூப்பிடும். பூங்குழலி, பூங்குழலி, உனக்கு முருகனை கல்யாணம் பண்ணிக்கணும் தானே ஆசை? அப்ப எங்க கூட வந்துடு. பூங்குழலி, கண்டவன் கூட போறியா? கவார், பூங்குழலி என் தம்பியை கட்டிக்கிறேன்னு எங்க பக்கம் வந்துருச்சு. இந்த நிமிஷத்துல இருந்து பூங்குழலி என் மருமக மேல கையை வைக்க யாரையும் அனுமதிக்க மாட்டேன். பத்தியா, இங்க ஏதோ பிரச்சனை ஆகுதுதான் ஹார்ன் அடிச்சுட்டான். அவனை வண்டியை விட்டு இறங்கக்கூடாதுன்னு கண்டிஷன் போட்டு தான் கூட்டு வந்திருக்கேன். அவன் இறங்கினா என்னன்னு தெரியுமில்ல? யோசிச்சுக்க. வாலு, வாலு, அண்ணா உங்களை கூப்பிட்றாங்கண்ணா. വാലിതിൻ്റെ അച്ഛൻ മണമുണ്ട ഉണ്ടല്ലേ? ഓക്കെ അല്ലേ? ஓகேண்ணா. எங்க போயிட்ட? ഞാൻ ഉള്ള നിനക്കെന്താ വല്ലാത്തൊരു ക്ഷീണം? കുറച്ച് മോരും വെള്ളം എടുക്കട്ടെ? கொஞ்சம் குடி. இப்ப நீ சந்தோஷமா இருக்கீல்லம்மா? ரொம்ப சந்தோஷம் இருக்கு. அதுதான் வேணும். நானே பேசிக்கிட்டு இருக்கேன், நீ ஏதாவது பேசு. എങ്കേയും എപ്പോതും ഏതാനാലും കണ്ണിലെ നെറിപ്പോടെ കയ്യിലെ മുറുക്കോടെ നെഞ്ചിലെ ദില്ലോടെ ഒത്തയാ നിന്ന് സമാളിക്കാൻ പാரு. അതാ ആമ്പിളെ. இப்படித்தான் என்ன பேச ஆரம்பிச்சாலும் சுத்தி முத்தி சினிமாவில தான் வந்து நிற்பான். பரம ரசிகன். அண்ணா, இந்த குமார் வந்திருக்கான். மேல உட்காரு, நான் வரேன். நீங்க பேசிக்கிட்டு இருங்க, நீ இங்கே இரு, நான் பார்த்துட்டு வந்துடுறேன். വണക്കം അണ്ണാച്ചി. വണക്കം. എന്റെ കാസ്റ്റർ കാര്യം എന്തായി? കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. അത് പറയാൻ എന്നോടല്ലോ ഞാൻ വരാൻ പറഞ്ഞത്. എവിടെയുണ്ട് സാർ? അണ്ണന്റെ കാശിന്റെ കാര്യം പറയാൻ 2 ആഴ്ച മുന്നേ കൂട്ടി ഞാൻ വിളിച്ച. ഇപ്പൊ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. அப்படியா? 2 வாரமா ഫോൺ എടുക്കலையா? உன் ഫോனை கொடு. ரஹீம், உன் ഫോனை வாங்கு. கொடு. എന്താടാ കുമാറേ, നീളെ കണ്ടോ? എന്താ നിന്റെ അണ്ണാച്ചി പറയുന്നേ? എന്തൊക്കെയുണ്ട് സാർ? നിങ്ങളുടെ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അണ്ണാച്ചി, ഞാനിങ്ക കൊഞ്ചം പ്രശ്നയിൽ ഇരിക്കെ. നീ മലയാളത്തിലേ പേസ്. വിളിച്ചപ്പം ഫോൺ എടുക്കായിരുന്നതേ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ടാ. അണ്ണാച്ചി തന്ന പൈസ കൊണ്ട് എടുത്ത പടവേ ഇവിടെ ഫ്ലോപ്പായി പോയി. അതാ ഞാൻ പൈസ തരാനായിട്ട്. ஃப்ளோப்போ? படத்தோட சக்ஸஸ் மீட் யூடியூப்ல பார்த்தோம். என்ன சார், ஏமாத்த பார்க்குறியா? பணம் என்ன ரோட்டில் குட்டி கிடக்கு, வர்றவன் போகிறதுக்குலாம் அள்ளி விடுறதுக்கு. உண்மையிலேயே நீ கஷ்டப்படுறேன்னா இப்போ நான் உனக்கு ஹெல்ப் பண்ண ரெடி.
ஆனால் நம்பிக்கை துரோகம் பண்ண என்னால் தாங்கிக்க முடியாது. மரியாதையாக பணத்தை கொடுத்துரு, இல்லைன்னா என்னோட வேற ஒரு முகத்தை பார்ப்பேன். എൻ്റെ അണ്ണാച്ചി പേടിപ്പിക്കല്ലേ. അയ്യോ സാർ, ഞാൻ നിങ്ങളെ പേടിപ്പിച്ചതല്ല. ഇനി കാശിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ല. உனக்கு 2 நாள் டைம் கொடுக்குறேன். அதுக்குள்ள நீ நேரில் வந்து செட்டில் பண்ணிடணும். இல்லை நீ பணம் வாங்கும்போது கொடுத்திய பினாமி டாக்குமெண்ட்ஸ், அதில் இருக்கிற வீடு, എസ്റ്റേറ്റ്, കാറ് അത്തനെയും തൂക്കിടും. അല്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അണ്ണൻ പറയുന്നത്? நீ நேரில் வா, பேசிக்கலாம். ചെന്നൈയിലിരുന്ന് മൂർത്തി സാർ കൂപ്പിട്ടുறாரு. நாளைக்கு வரும்னு சொல்லு. சார் சரி, கொடு, நானே பேசிடுறேன். அண்ணா, தம்பியை நாளைக்கு அனுப்பிச்சி வைக்கிறேன். நல்லபடியாக பார்த்து 2 நாளில் முடிச்சு அனுப்புங்க. சரிண்ணா. അണ്ണാ അവര് വന്നിട്ട് എന്തായി? എന്തിനാ ഇങ്ങനെ ടെൻഷൻ? ആ പൈസയുടെ കാര്യം മറക്കാൻ പറഞ്ഞതല്ലേ. നമുക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് വർഷാവർഷം ഇരട്ടിയായി കിട്ടുന്നുണ്ടല്ലോ. நம்மகிட்ட பணத்தை வாங்கிட்டு கோடி கோடியாக சம்பாதிச்சுட்டு திருப்பி கேட்கும்போது ஏமாத்த பார்க்குறான்டி. ഈ വന്നു പോയവരൊക്കെ ആരാണെന്ന് മാലി 2-3 തവണയായി ചോദിക്കുന്നു. அவன் ரொம்ப கோவக்காரன். இவன் நம்மளை ஏமாத்துறான்னு அவனுக்கு தெரிஞ்சா டென்ஷன் ஆகி பெரிய பிரச்சனை பண்ணிடுவான். എങ്കിലും சார், இப்போ 2 நாளைக்கு அப்புறம் அவன் பிறந்த நாள் வருதுல்ல, அப்போ அவனுக்கு ஒரு സർപ്രൈസ് ഗിഫ്റ്റ് വെച്ചിരിக்கேன். അന്ന് ഞാൻ അത്രയും പറഞ്ഞ് അവനക്ക് മനസ്സിലാക്കും. മതിയോ? നിങ്ങൾ തലയും വാലും കൂടി എന്താന്ന് വെച്ചാ അയക്കും. ഞാൻ പൂങ്കുഴലിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അവളവിടെ ഒറ്റയ്ക്ക്.